Hello guys, welcome back to new episode of Minecraft. മിക്സിൻ്റെ പുതിയ എപ്പിസോഡിൽ ഏറ്റവും ചേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് കൊച്ചു ചെറുക്കൻ. അതായത് മൈൻക്രാഫ്റ്റ് വേൾഡിനെ തന്നെ വിറപ്പിക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ ആരും ഇവനെ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ പ്രഷർ പ്ലേറ്റിൻ്റെ മണ്ടക്കോട്ട് കയറിയാൽ അവൻ നിങ്ങളെ തട്ടിക്കളയും പക്ക. അതുകൊണ്ട് ആ പ്രഷർ പ്ലേറ്റ് ആ സ്പോട്ടിൽ വെച്ച് പൊട്ടിച്ച് കളയണം. അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടല്ലോ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് ഇവിടുന്ന് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനൊരു സംഭവം ശ്രദ്ധിച്ചത്. ഞാൻ കുറേ വുഡ് വെട്ടി ഈ ടെമ്പററി വീടുണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്ന മഡ് വീട് വെട്ടിക്കളഞ്ഞ് ഉണ്ടാ കൊച്ചിറക്കൻ ഓടുന്നുണ്ട് നമ്മളെ കാണാത്തോണ്ട്. കണ്ട, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതുവരെ വൂളായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റീസ്പോൺ ആവാൻ സാധ്യത കുറവാണ്. നമ്മൾ ദൂരെ എവിടെയാണ് റീസ്പോൺ ആവുക. പിന്നെ ഈ ഇരിക്കുന്നുണ്ട് അയൺ പിക്കാക്സ്. ഇവിടെ നമുക്ക് സാൻഡാണ് ഉള്ളത്, കണ്ടോ. ഇവിടെയൊക്കെ സാൻഡാണ്, ബീച്ച് പോലത്തെ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സാൻഡെല്ലാം മൈൻഡ് ചെയ്തുകൊണ്ട് നേരെ താഴോട്ട് പോയി സ്റ്റോൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കണ്ടതാണ് 3 അയൺ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം നമ്മൾ വെറുതെ കളയില്ലല്ലോ. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, അതങ്ങ് എടുത്തിട്ട് ഞാനൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ബക്കറ്റാണ് ഉണ്ടാക്കാൻ നിന്നത്. ഞാൻ ഓർത്തത്, പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുക്കാം. പക്ഷെ വാട്ടർ ബക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ ചിന്തിച്ച് പിക്കാക്സ് ഉണ്ടാക്കി. പിന്നെ ഞാൻ അവിടെ പോയിട്ട് മറ്റേ എന്തായാലും ഒരു കെൽപ്പ് അവിടുന്ന് കടലുണ്ട്, ആ സൈഡ് കടലുണ്ട്. ആ കടലിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് ഡ്രൈഡ് കെൽപ്പാക്കി. എന്നിട്ട് അതിനെ ബ്ലോക്കാക്കി, ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക്. ഒരു കോളിനേക്കാൾ കൂടുതൽ സാധനം ഇത് സ്മെൽറ്റ് ചെയ്യും. അത് ഞാൻ ചാർക്കോൾ ഉണ്ടാക്കി. കണ്ടോ, മരത്തിനെ ചാർക്കോളാക്കിയിട്ട് കുറച്ച് മരം കത്തിച്ച്, എന്നിട്ട് അതിനെ ഫസ്റ്റ് ഒരു കെൽപ്പ് ബ്ലോക്ക് ഉണ്ടാക്കി അത് വെച്ചിട്ട്, പിന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് കുറേ കത്തിച്ച്, അങ്ങനെ 7 കെൽപ്പ് ബ്ലോക്ക് കിട്ടി. ഇതെടുത്തങ്ങ് കിട്ടി. എൻ്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല. ഇമ്പോർട്ടൻ്റായ തിങ്ങല്ലേ ഇതിനകത്ത് വെച്ചേക്കണം. വുഡ് പിടിക്കട്ടെ, എല്ലായിടത്തും വെക്കണം. ഞാൻ ഒരുമാതിരി മറ്റിടത്ത് സ്വഭാവമായതുകൊണ്ട് എപ്പോൾ എന്ത് വേണം ഞാൻ കൊണ്ട് കളയും. നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ ഞാനിതാ കോപ്പർ ഇച്ചിരി കിട്ടിയാൽ താഴേന്ന് മൈൻഡ് ചെയ്യാൻ പോയപ്പം ഇച്ചിരി കോപ്പർ ആർമർ ഉണ്ടാക്കി. അത് വെച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കണം. ഒരു പിക്കാക്സ് ഇരിക്കട്ടെ, ഇനി ഇത് വെച്ചിട്ട് പിക്കാക്സ് ഉണ്ടാക്കി. 3 എണ്ണം പോയി, ബാക്കി 2 എണ്ണം. അപ്പോൾ അത് വെച്ച് സ്വാട്ട്. ഇനി എൻ്റെ കയ്യിൽ ഇത് 2 മതി. ഇത് മാറ്റാൻ എൻ്റെ വഴിയുണ്ടോ? അല്ലാതുമ്മൻ ഗ്ലാസ്സിൻ്റെ കയ്യിൽ പൊട്ടത്തരം കാണിച്ചു വെച്ചാനിപ്പോൾ. അതാ വീണ്ടും പൊട്ടിച്ച്. എൻ്റെ അടുത്ത് വന്ന് നിൽക്കണ്ട, ശരിയാവില്ല. രാവിലെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവനവിടെ നിൽപ്പുണ്ട്. ഒരു സ്പൈഡർ ആരുടെ നടക്കുന്നത്? ക്രൗച്ച് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. സോഡെടുത്ത് കയ്യിൽ വെച്ചേക്കാം. ശരിയാവില്ല. ഗോപിക്കുട്ടൻ ഇപ്പം രാവിലെ ആവുമല്ലോ. നിലത്ത് നോക്കി നടക്കണം. എൻ്റെ കാര്യമായതുകൊണ്ട് അവിടെ ഒരു ലീഡ് കിടപ്പുണ്ട്. പെട്ടെന്ന് രാവിലെ ആവുകയാണെങ്കിൽ അത് പോയി എടുക്കാമായിരുന്നു.
എവിടെ എൻ്റെ വീടിൻ്റെ പൊട്ടനെ കാണാനും പറ്റൂല. ചാവ് 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 ചാവ്. ആ കൊച്ചേർക്കിന് ഒടുക്കത്തെ സ്പീഡാണേ, അതുകൊണ്ടൊന്നും ശരിയാവൂല. വാ വാ വാ, കത്ത് കത്ത് കത്ത്. ഞാൻ വേണേൽ 2 അടിയും കൂടെ തരാം. രാവിലെ ആയിട്ടുണ്ട്. ആ പൊട്ടനെ ഇപ്പം ചാവും. ഈ കൊച്ചേർക്കൻ ചത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കൊച്ചേർക്കൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കൊച്ചേർക്കൻ ബുള്ളറ്റാണ്. ഇങ്ങനെ ലീഡ് വഴി നമുക്ക് എടുക്കാം. ലീഡ് കിട്ടി 1. പിന്നെ ഞാൻ അപ്പുറത്തോട്ട് പോകാനൊരു കുഞ്ഞി ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ് തീർന്നിട്ട് അതാണ്ട് എടുക്കുന്നത്. പുറമെ നമ്മൾ വന്നേ എൻ്റെ കുണ്ടിക്ക് തറച്ചില്ല. ഭാഗ്യം അവൻ അവിടെ നിന്ന് സ്നൈപ്പ് ചെയ്തിട്ടാ. കഴിവ് നമുക്കൊന്നുമില്ലേ. വാ വാ. ഇനി എൻ്റെ ഉദ്ദേശം നടന്നത് ഇതാ, ഈ ഫോറസ്റ്റ് വന്നിട്ട് ബോണുണ്ടാവും കയ്യിൽ. അതിനല്ലേ ഞാൻ ബോൺ വീലാക്കി. ഇവിടെ വന്നിട്ട് കുറച്ച് കോളോ കോപ്പറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗമുള്ളത് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇനി അറ്റ്ലീസ്റ്റ് ഒരു കേവെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഷീപ്പ് കിട്ടി. ഇപ്പം ബെഡ് ഉണ്ടാക്കാം. ഓൾ ഈസ് വെൽ മാമി. നിനക്ക് ജീവിക്കാനുള്ള യോഗമില്ല. അവൻ ചത്തു. അവൻ്റെ ഡെഡ് ബോഡി വെള്ളത്തിൽ വീണു. ഒരു ഷീപ്പിനെ കിട്ടി. അടുത്ത ഷീപ്പ് കിട്ടി. ഇവിടെ കേവ് ഉണ്ടോ? ഇവിടെ എല്ലാം അണ്ടർ വാട്ടർ കേവാ ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നേരം ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ആയി. അയ്യോ, ഫുഡില്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡൊന്നും ഇല്ലല്ലോ. ഇല്ല. എന്ത് ചെയ്യും? ഫുഡിന് കെൽപ്പ് തിന്നാൻ പറ്റും, പക്ഷെ ഫുഡ് വയറങ്ങനെ നിറയുമോ എന്നാണ് അറിയാത്തത്. പിന്നെ കുറേ കോള് കിട്ടുമായിരുന്നു, അത്രയും നല്ലത്. ഇവിടെ കേവ് ഉണ്ട്. ഒറ്റ സെക്കൻഡേ. വാ. ഒന്നുമില്ല ഗൈസ്. നീ എൻ്റെ അടുത്തോട്ട് ഓടിയാണോ? താങ്ക് യു. അവൻ തന്നുള്ളൂ ചിക്കൻ. ഒരു കേവ് കിട്ടുമോ എന്നാണ് ഞാൻ. ഇവിടെ ഒരു കേവ് കണ്ടല്ലോ അല്ലേ? എത്ര താഴോട്ടേക്ക് നേരെ ഡീപ്പാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പറ്റൂല, കാര്യമില്ല. കേവ് എന്നെല്ലാം പറഞ്ഞ ഒരു കുഴി വന്നിട്ട് വേണം പോകാൻ. ഇതാണ് കേവ്. ഇത് തന്നെയാണ് കേവ്. കണ്ടോ എമറാൾഡ് ഇരിക്കുന്നത്? തന്നെയാണ് കേവ്. എൻ്റെ ആ പൊന്നെ, എന്തു വലിയ കേവാന്ന് നോക്കിയ ഗൈസ്. എന്തൊരു കേവത്! എൻ്റെ ആ പൊന്നെ, ഇത്രയും വലിയ കേവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിനോ ഇത്രയും വലിയൊരു കേവ്? ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഡയമണ്ടിൻ്റെ പെരുമഴ പെയ്യും. ക്രൂസിലോട്ടേക്ക് നമ്മൾ അടുക്കുന്നു. ബെസ്റ്റ്. ലൊക്കേഷൻ മറന്നു പോകാണ്ടിരുന്നാൽ മതി. നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും കിട്ടുവാണ്. ഇപ്പം നിന്ന് നമ്മുടെ പൈസ കാണുമോ? ഇല്ല.
നോക്കൂ, നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായ ദൃശ്യമാണിതെന്ന്. അപ്പുറത്തെ ഫ്രൂസ്, ഇപ്പുറത്തെ ഓക്ക്. അപ്പുറത്തെ ഫ്രൂസ് പോയി പോയി പോയി. ഇതെന്താ സ്റ്റെക്കായോ? ആ, നമ്മളെവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആ, അപ്പുറത്തെ സ്പ്രൂസ് ഇപ്പുറത്ത് ഓക്ക്. 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 ഇതെന്താ എൻ്റെ ഇൻവെൻ്ററിയിലൊന്നും കാണിക്കാത്തേ? ഇതെന്താ എൻ്റെ ഇൻവെൻ്ററി ഒന്നും കാണിക്കാത്തത്? എന്ത് വാള് മാത്രം? ഒറ്റ സെക്കൻഡ് ഗൈസ്. ഇപ്പം ശരിയായി. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, മനസ്സിലായെന്ന് പറയാൻ വേണ്ടി ഇതാ ഇവിടെ ഒരു കേവ്. ഇതിൻ്റെ ഓപ്പണിങ് എവിടെയായിട്ടാണ്? ഹാർട്ട് കൊണ്ട് നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് പോകാമെന്ന് പറഞ്ഞു. ഐ ആം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ടൊക്കെ തന്നെ പോകാം. എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചൂടായിട്ട് അധികം നേരം കളിക്കാൻ പറ്റില്ല ഗൈസ്. ഇടക്കിടക്ക് ഓഫായി പോവാം. വീട്ടിൽ ചെന്നിട്ട് ക്ലൈമാക്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പേര് ഞാൻ എപ്പോഴും മറന്നു. എന്തായിരുന്നു? എന്താ പറയുക, എന്തോ കുന്തം, ഞാൻ ഓർക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇങ്ങനെയല്ല എൻ്റെ സ്പീഡിൽ ഓർമ്മ. ഇപ്പോൾ ഭക്ഷണമില്ലേ പോയി. ഇത് കഴിക്കാൻ വേഗം. ഇത് വെച്ചിട്ട് സ്പീഡോടാം. സ്പീഡെടുക്കുക. ഇത് എങ്ങനെയാണ് വന്നത്? വിശ്വാസം തെറ്റില്ല ശരിയാ. എൻ്റെ പ്രഷറുടെ മുന്നിൽ നാണം കെട്ടി ചമ്മിപ്പോയി. ഇവിടെ തന്നെ വേറൊരു വീടുണ്ടായിരുന്നു. ഇല്ലല്ലേ? അങ്ങനത്തെ വേൾഡ് കാണാത്തതല്ല. ഇല്ല, വേൾഡ് കാണാത്തതല്ല. ഇവിടെ കടലായതാ. ഇതിലല്ലേ ഞാൻ വന്നത്? അല്ല, ഈ പ്രദേശത്തിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഇച്ചിരി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പോവാനുള്ള പരിപാടിയാണ്. ഇതിനകത്ത് പാട്ട് കേൾക്കുന്നുണ്ടോ? പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടാതിരുന്നോളൂ. എന്നെ ശരിപ്പെടുത്തി. എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എൻ്റെ പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടു. വീട് കാണാൻ എങ്ങനെ നടക്കുന്ന ഒരു പൊട്ടൽ. എല്ലാവരും പറയാം. ഇതിലെങ്ങോട്ടായിരുന്നല്ലോ? ഇതിലല്ലേ ഗൈസ് നമ്മുടെ വീട്? നിങ്ങൾ നോക്കുന്നുണ്ടോ? ഈശ്വര, രാത്രിയാകുമ്പോന്നോ? ഈ പരീക്ഷണം ഇപ്പോൾ തന്നെ വേണമെന്നായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ വഴിതെറ്റി അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. നമ്മൾ ഓക്ക് തപ്പിക്കുന്നു. ഓക്ക് മരത്തിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടുപോയിരിക്കുന്നത്. അയ്യോ, ഓഫീസറായി തുടങ്ങി ഗൈസ്. കിട്ടി ഗൈസ്. സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഒല്ലില്ല, കൊല്ല്. ഒരു ഓക്ക് മരം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബെഡ്. അയ്യോ, ബെഡ് ഉണ്ടാക്കാൻ പുളില്ലേ? പുളുണ്ടല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചിട്ടുണ്ടാക്കണം. ഉണ്ടോ? ക്രാഫ്റ്റ് ടേബിൾ അതിൽ എപ്പോഴും ഉണ്ട് ഗൈസ്.
ഉണ്ടാക്കുന്നു. കടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞു തീരില്ല. എത്ര ഓർക്കോ ഇവിടെ വന്നിട്ട് പോയി വേട്ടാവളിയന്മാരെ ചത്തി 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 സ്പീഡുമില്ല ഇതിൻ്റെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരാം. അടുത്ത എപ്പിസോഡ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നല്ല ലാഗുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ബാറ്ററി ചൂടായതുകൊണ്ട് എനിക്ക് അധികം ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നടക്കുന്ന ഓഫായി പോവാണ്. ഇവിടെ അടുത്ത എപ്പിസോഡ് ഞാൻ വീട്ടിൽ വെച്ചിട്ടായിരിക്കും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ ഇനി കാണാൻ താല്പര്യമുണ്ടായി മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പീസ് ഔട്ട്.